ഫെയ്യു ഗാർഡ്സിന്റെ തലവൻ ഒരു മാതൃക കണ്ണാടി ഉപയോഗിച്ച് ഹോങ്ങയെ അയാൾ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ അയാൾ കൂടെ ഉണ്ടായിരുന്നവരോട് അവന് നേരെ അമ്പ ചെയ്യാൻ പറയുന്നു. ഷാവോ പെട്ടെന്ന് അതിന് മുന്നിൽ കയറി നിന്ന് ഹോങ്ങയെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ അത് കൈകൊണ്ട് പിടിച്ചിട്ട് നീ എന്തിനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നുണ്ട്. ഫെയ്യു ഗാർഡ്സിന്റെ തലവനാണെങ്കിൽ ഹോങ്ങയെ അവിടുത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരോടും അമ്പ ചെയ്യാനായി തയ്യാറെടുക്കാൻ പറയുന്നു. തന്നെ തടയാൻ ശ്രമിച്ചാൽ അവളെ താൻ കൊല്ലും എന്ന് പറഞ്ഞ് ഹോങ്ങയെ ഫെയ്യു ഗാർഡ്സിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് രഹസ്യമായിട്ട് ഷാവോയോട് ഈ കൊട്ടാരത്തിൽ ബോറടിച്ചിങ്ങനെ കഴിയാതെ എനിക്കൊപ്പം ചുറ്റിക്കറങ്ങാൻ വരുന്നുവെന്ന് ഷാവോയോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ അവൾ പറയുന്നു. അങ്ങനെ ഹോങ്ങെ അവളെയും കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. രാജകുമാരിയെ ഇങ്ങനെ ഡീമൻ തട്ടിക്കൊണ്ടുപോയ വിവരം ഫെയ്യു ഗാർഡ്സിന് രാജാവിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ അവർ അത് രാജാവിന് മുന്നിൽ അറിയിക്കുന്നു. എന്ത് വില കൊടുത്തും രാജകുമാരിയെ രക്ഷിച്ചുകൊണ്ടുവരാം, അതിനുവേണ്ടി ഡീമൻസിൻ്റെ താവളം ആക്രമിക്കാനായി സൈന്യത്തെ വിട്ടു നൽകണം എന്നൊക്കെയാണ് അയാൾ രാജാവിനോട് റിക്വസ്റ്റ് ചെയ്തത്. രാജാവ് അതിനുള്ള അനുവാദം നൽകുന്നു. അയാളിപ്പോൾ ഫെയ്യു ഗാർഡ്സിൻ്റെ മെയിൻ ലീഡറല്ല, ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റിനെ പോലെയുള്ള ലീഡറുടെ അസിസ്റ്റൻ്റാണ്. തൽക്കാലത്തേക്ക് അയാൾക്ക് ഫുൾ ചുമതല നൽകുന്ന രീതിയിൽ രാജാവ് അയാളെ ഡെപ്യൂട്ടി ഡീമൻ സ്ലെയറായി നിയമിക്കുന്നു. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകാനുള്ള അധികാരവും അയാൾക്ക് നൽകുന്നു. മെയിൻ ലീഡർക്ക് ഇതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ബിങ്ഷുവിൻ്റെ അസിസ്റ്റൻറ്റിനെ പോലെ തൻ്റെ ലീഡറെയും പുകഴ്ത്തി കൂടെ നിർത്താൻ ഇയാളും മിടുക്കനാണ്. ഹോങ്ങെ ഷാവോയെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് പ്ലം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. ഷാവോയ്ക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൾക്ക് വേണ്ടി അവൾ പറഞ്ഞതനുസരിച്ച് അവൻ ഒരു പ്ലം പൂവ് പറിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ മഞ്ഞ് വാരി എറിഞ്ഞുകൊണ്ട് രണ്ടുപേരും കുറേ സമയം സന്തോഷത്തോടുകൂടി അവിടെ ചിലവഴിക്കുന്നു. പിന്നെ അവളുടെ ആഗ്രഹപ്രകാരം ഒരു സ്നോമാനെയും അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സ്നോമാൻ്റെ കണ്ണും മുഖമൊക്കെ വരച്ചപ്പോൾ ഹോങ്ങയ്ക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അതിന് മുഖം വികൃതമാക്കിയിട്ട് ഇപ്പോഴാണ് ഇതൊരു സ്നോ ഡീമനെ പോലെ ആയത് എന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്നുണ്ട്. അവിടെ വെച്ച് തന്നെയാണ് ഈ പ്ലം പൂക്കൾ ഒരിക്കലും കൊഴിഞ്ഞു പോവാതിരുന്നകൾ എന്നുള്ള ആഗ്രഹം ഷാവോ പറഞ്ഞപ്പോൾ ഹോങ്ങ് അതിൽ നിന്ന് ഒരു പൂവെടുത്ത് അവളുടെ കഴുത്തിൽ ടാറ്റു ചെയ്യുന്നത് പോലെ ടാറ്റു ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ ഒരിക്കലും അത് കൊഴിഞ്ഞു പോവില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോങ്ങി അവളെ അവിടെയുള്ള ഒരു മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയുള്ള പല ഫുഡ് ഐറ്റംസും രണ്ടുപേരും കൂടി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ തിരുന്ന് സംസാരിക്കുന്നു. ഷാവോ ഹോങ്ങിയെ കൊണ്ട് മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപഴകിപ്പിച്ചിട്ട് മനുഷ്യർ അവൻ വിചാരിക്കുന്നത് പോലെ അത്ര മോശക്കാരൊന്നുമല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ ഓരോരുത്തർ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഡീമൻസ് കാരണം കൊല്ലപ്പെട്ടിട്ടുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ മനുഷ്യർ കാരണം കൊല്ലപ്പെട്ടിട്ടുള്ള ഡീമൻസിൻ്റെ എണ്ണമാണ് എന്ന് അവൻ പറയുന്നത്. മാത്രമല്ല മനുഷ്യരും ഡീമൻസും തമ്മിലുള്ള ഈ ഫൈറ്റ് തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് ഇത് പറയുന്നത് പോലെ എളുപ്പത്തിലൊന്നും അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ ഇവിടുത്തൊരു ബഹളം കേൾക്കുന്നത്. ഏതോ ഒരു ഡീമനെ കണ്ടു എന്നുള്ള ബഹളമാണ് ഇവർ കേൾക്കാൻ ഇടയാവുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവിടെയുള്ളൊരു ക്ലിനിക്കിലാണ് ഒരു അപകടം നടന്നിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടറുടെ വൈഫിനെ അവിടുത്തെ ഒരു ജോലിക്കാരൻ കൊന്നിരിക്കുകയാണ്. സാധാരണയായി ആ ജോലിക്കാരൻ വളരെ ശാന്ത സ്വഭാവമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരിക്കലും അവനിങ്ങനെ ഒരാളെ കൊല്ലാനൊട്ടും സാധ്യതയില്ല. ഇതെന്തായാലും അവൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഡീമൻ കയറിയതായിരിക്കണം എന്നാണ് അവിടെയുള്ള ആളുകൾ വിളിച്ച് പറയുന്നത്. ഡോക്ടർ അവിടെ ഭാര്യയുടെ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ ഡീമൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹോങ്ങയ്ക്കും ഷാവോയ്ക്കും അവിടെ ഒരു ഡീമൻ്റെ സാന്നിധ്യം കാണാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു ഡീമൻ മനുഷ്യനെ തിന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു ബഹളം കേൾക്കുന്നത്. അങ്ങനെ ഷാവോയും ഹോങ്ങയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഒരാൾ വിവാഹവേഷത്തിൽ അങ്ങോട്ടേക്ക് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. അയാൾക്ക് പിന്നാലെ അയാളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. 2 ഓഫീസേഴ്സ് ഇവർക്കരികിലേക്ക് വരുന്നു. ആ ഓഫീസേഴ്സിനോട് ഒരു ഡീമൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ വിവാഹവേഷത്തിലുള്ള ആൾ ബഹളം വയ്ക്കുകയാണ്. അവൻ്റെ പേര് ജിൻ എന്നാണ്. അവൻ്റെ അച്ഛനും അമ്മയും കൂടി പിന്നാലെ വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയാതെ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറഞ്ഞ് ഓഫീസേഴ്സിനോട് കാര്യം പറയുന്നുണ്ട്. എന്നാൽ ജിന്നിൻ്റെ വിവാഹമായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അത് ആഘോഷിച്ചിട്ട് അവനെ മണിയറയിലേക്ക് കടത്തി വിട്ടതാണ്. പക്ഷെ അവൻ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വലിയൊരു ബഹളം കേട്ട് അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ ഭാര്യയെ കാണാനുണ്ടായിരുന്നില്ല. അതല്ലാതെ ഡീമനൊന്നും കണ്ടിട്ടില്ല എന്ന് അച്ഛനും അമ്മയും കൂടി പറയുന്നു. ആ ബ്രൈഡിനെ ആരാണ് കടത്തിക്കൊണ്ടുപോയെന്ന് കണ്ടെത്താൻ തങ്ങളെ സഹായിക്കണമെന്നും അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓഫീസേഴ്സ് പറഞ്ഞ അനുസരിച്ച് അവർ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷാവോയും ഹോങ്ങിയും കുറച്ച് അപ്പുറത്ത് നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നതിനാൽ എന്താണ് സംഭവം എന്നറിയുന്നതിന് വേണ്ടി അവരും ഇവർക്ക് പിന്നാലെ പോകുന്നുണ്ട്. മണിയറയിൽ കുറേ ഭാഗത്തായി ബ്ലഡൊക്കെ കിടപ്പുണ്ടായിരുന്നു. ആരുടെയും ഡെഡ് ബോഡിയും അവിടെയൊന്നും ഇല്ല. ഈ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തത് ഒരു ഡീമനായിരിക്കും എന്ന് അവർ അങ്ങ് ഊഹിക്കുന്നതാണ്. ഷാവോയും ഹോങ്ങയും അവിടെ നിന്നോണ്ട് ഈ മുറിവൊക്കെ ആദ്യം നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ കൂടിയിട്ടുള്ള വേറെ കുറച്ച് പേർ 2 വർഷം മുമ്പ് ഈ ജിൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. അന്നും ഒരു ദിവസം കഴിയുന്നതിന് മുമ്പേ അവൻ്റെ ബ്രൈഡ്
മിസ്സിംഗ് ആയിരുന്നു. ആ ബ്രൈഡിനെയും ഏതെങ്കിലും ഡീമൻ പിടിച്ചതായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ നിന്ന് പറയുന്നത് ഇവർ കേട്ടത്. അതോടെ കേസ് സോൾവ് ആയിരിക്കുന്നുവെന്ന് പറഞ്ഞ് ഷാവോ ഹോങ്ങയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാവോയുടെ അഭിപ്രായത്തിൽ അവിടെ ശരിക്കും ബ്രൈഡ് മിസ്സിംഗ് ആയിട്ടൊന്നുമില്ല. വന്ന ആളുകൾക്ക് ആ ബ്രൈഡിനെ കണ്ടെത്തണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. മറിച്ച് ബ്രൈഡ് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ മുറി നിരീക്ഷിച്ചതിൽ നിന്ന് അവിടെ എന്തെങ്കിലും പിടിവലിയോ അതേപോലുള്ള സംഘടനകളോ ഒന്നും നടന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. അവിടെയുള്ള സാധനങ്ങളൊക്കെ സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് ബ്ലഡ് അവിടെയും ഇവിടെയും ഒക്കെ ആരോ ചിതറി ഒഴിച്ചതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു മിസ്സിംഗ് കേസല്ല. അവർ ശരിക്കും ക്രിമിനൽസ് ആണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് അയാൾ വിവാഹം കഴിച്ച ബ്രൈഡിനെയും അവർ ഇതേപോലെ ഒഴിവാക്കിയതായിരിക്കണം. വിവാഹ സമയത്ത് കിട്ടുന്ന വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ് അവരുടെ കണ്ണ്. അത് വിറ്റാൽ അവർക്ക് ധാരാളം പണം കിട്ടും. അതുകൊണ്ട് അവർക്ക് സുഖമായി മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി കഴിയാവുന്നതേ ഉള്ളൂ. അതാണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഷാവോ പറയുന്നു. ഇതുവരെ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല എന്നാണല്ലോ അവൾ മുമ്പ് ഹോങ്ങിയോട് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള അവൾക്ക് നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് എങ്ങനെ അറിയാമെന്ന് ഹോങ്ങിയെ സംശയം ചോദിക്കുന്നു. ഇതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു നേടിയ അറിവുകളാണ് എന്ന് ഷാവോ കള്ളം പറയുന്നുണ്ട്. തൽക്കാലം അവനത് വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞ നിരീക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ശരിയാണെങ്കിലും ഒരു കാര്യത്തിൽ അവൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അവൻ പറയുന്നുണ്ട്. അവിടെ ശരിക്കും ഡീമൻ ഉണ്ടായിരുന്നു. അത് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ഡീമൻസ് ഉണ്ടായിരുന്നുവെന്ന് അവൻ പറയുന്നു. എവിടെയാണ് തനിക്കൊന്ന് കാണിച്ചു തരാനൊക്കെ ഷാവോ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവനത് പറയുന്നില്ല. കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറം പല സത്യങ്ങളും ഉണ്ട് എന്ന് മാത്രം പറയുന്നു. ഷാവോയ്ക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ അവനുമായിട്ടൊരു ബെറ്റ് വയ്ക്കുന്നു. 2 കേസാണല്ലോ ഇപ്പോൾ ഇവർക്ക് മുന്നിൽ ഉള്ളത്. 2 പേരും ഓരോ കേസുകളെ പറ്റി അന്വേഷിച്ച് പോവാം. അവൾ ആ ഹോസ്പിറ്റൽ മദറിനെ പറ്റി അന്വേഷിക്കാം. അവൻ ബ്രൈഡിനെ കണ്ടുപിടിക്കാനാണ് അവൾ ആവശ്യപ്പെട്ടത്. ആരാണോ ആദ്യം തങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി തിരികെ എത്തുന്നത് അവർ വിജയിക്കും. വിജയിക്കുന്ന ആൾ മറ്റേ ആളിനോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടും. മറ്റേ ആളത് നിരസിക്കാതെ ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ. ഇതാണ് അവൾ വെച്ച കണ്ടീഷൻ. ഹോങ്ങിയത് സമ്മതിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഷാവോയും അവളുടെ വഴിക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ഷാവോ ആദ്യം ചെയ്തത് വേഷം മാറി ആ ഭാര്യ മരിച്ച ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് ചെല്ലുകയാണ്. അയാളുടെ ക്ലിനിക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അയാൾ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ ഭാര്യ മരിച്ചിട്ട് ഉടനെ തന്നെ ഇങ്ങനെ രോഗികളെ നോക്കാൻ തുടങ്ങിയ എന്താണെന്ന് അയാളോട് ചോദിക്കുന്നുമുണ്ട്. ഭാര്യ മരിച്ചതിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവൾക്ക് ഞാനിങ്ങനെ ഒരിടത്തും വിഷമിച്ച് ചടഞ്ഞുകൂടിയിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉടനെ തന്നെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് അയാൾ മറുപടി നൽകിയത്. ഷാവോ ഒരു ആണിൻ്റെ വേഷത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവളും ഒരു പേഷ്യൻ്റ് ആണ് എന്ന രീതിയിൽ അയാളുടെ മുന്നിൽ ചെന്നിരിക്കുന്നു. അതിനുശേഷം അയാളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവൾ കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യം ചോദിച്ചത് അയാളുടെ ഭാര്യയുടെ അച്ഛനെ പറ്റിയാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് തെരുവിലെ ഡോക്ടറായിരുന്ന ഇയാൾ ഇങ്ങനെ ഒരു ക്ലിനിക്കൊക്കെ സ്വന്തമായിട്ട് തുടങ്ങി ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. ആവശ്യത്തിന് സ്വത്തും പണവുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അയാളുടെ മകളെ ഈ ഡോക്ടർ കൊന്നുകളയുകയായിരുന്നു എന്നുള്ള രീതിയിൽ ഷാവോ ആരോപിക്കുന്നു. ആദ്യം അയാളത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഷാവോ തെളിവുകൾ സഹിതം അയാൾ എന്താണ് ചെയ്തത് എന്ന് വ്യക്തമായി പറയുന്നു. അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് ഭാര്യ എങ്ങനെയോ അറിഞ്ഞു. ഭാര്യ അത് അവളുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമോ, ഇപ്പോൾ തനിക്കുള്ള ഈ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കാരണം അയാൾ ഭാര്യയെ കൊല്ലുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പദ്ധതി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കൊല്ലാതെ തൻ്റെ ജോലിക്കാരന് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നതിനുള്ള മരുന്നുകൾ ഇയാൾ കുറേശ്ശെയായി ഇടയ്ക്ക് നൽകാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഉന്മാദാവസ്ഥയിലായ ആ ജോലിക്കാരൻ തൻ്റെ ഭാര്യയെ കൊന്നുവെന്ന് ഇയാൾ ശരിക്കും വരുത്തി തീർത്തതാണ്. ശരിക്കും അവരെ കൊന്നത് അയാൾ തന്നെ ആയിരുന്നു. ഷാവോ പറയുന്നതെല്ലാം അയാൾ ആദ്യം നിഷേധിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാവോ തെളിവെന്നോണം അയാൾ ജോലിക്കാരന് നൽകിയ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കാണിക്കുന്നു. ആ പേപ്പർ അയാൾ തട്ടിയെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാവോ ഒന്നും നൽകുന്നില്ല. ഇങ്ങനെ തെളിവുകൾ സഹിതം അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതോടെ അയാൾക്ക് അവസാനം കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കിടയിലേക്ക് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോങ്ങയും എത്തുന്നുണ്ട്. അങ്ങനെ ഷാവോ ഈ കേസ് തെളിയിക്കുന്നത് അവൻ നേരിട്ട് കാണുകയും ചെയ്യുന്നു. അയാൾ കുറ്റം സമ്മതിച്ചതോടെ സൈനികർ എത്തി അയാളെ പിടികൂടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഷാവോ ഇത്ര വിദഗ്ധമായി ഈ കേസ് തെളിയിച്ചത് കാരണം അവൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മുമ്പ് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ഹോങ്ങിയെ വീണ്ടും അവളോട് ചോദിക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണെന്ന് ഷാവോ പറഞ്ഞപ്പോൾ നിന്റെ ഈ എക്സ്പീരിയൻസും മിടുക്കുമൊക്കെ കണ്ടാൽ നീ ശരിക്കും തെരുവിൽ അലഞ്ഞു നടന്ന കൂട്ടത്തിലാണെന്നേ തോന്നുകയുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ തൻ്റെ കഴിവാണ് എന്ന് പറഞ്ഞ് ഷാവോ തൽക്കാലം ആ വിഷയം അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ആദ്യം കേസ് തെളിയിച്ച് താനായതുകൊണ്ട് താൻ പറയുന്നൊരു കാര്യം അവൻ അനുസരിക്കണമെന്നും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എപ്പോഴേ പൂർത്തിയാക്കി കഴിഞ്ഞു, ആ കാണാതായ ബ്രൈഡിനെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് അവൻ പറയുന്നത്. അങ്ങനെ ഷാവോ തന്നെ കൂടി ആ പെൺകുട്ടിയെ കാണിച്ചു തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹോങ്ങി അങ്ങനെ അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ പെൺകുട്ടി വേഷം മാറി ഒളിവിൽ കഴിയുകയാണ്. അവൾ തന്നെയാണ് ജിന്നിൻ്റെ ഫാമിലിയുമായിട്ട് അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയത്. അവൾക്ക് വിവാഹത്തിനൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിലാണെങ്കിൽ ആരും അതിന് സമ്മതിക്കുന്നതുമില്ല. അതുകൊണ്ട് ജിന്നിൻ്റെ ഫാമിലിയെ അവൾ തന്നെ കണ്ടെത്തി അവരുമായിട്ട് ഇങ്ങനെ ഒരു ഡീൽ ഉറപ്പിച്ച്
വിവാഹം നടത്തുകയായിരുന്നു. വിവാഹ സമ്മാനമായി കിട്ടിയ സാധനങ്ങളെല്ലാം അവൾ ജിന്നിൻ്റെ ഫാമിലിക്ക് തന്നെ നൽകുന്നു. അവൾക്ക് ആവശ്യം ഫ്രീഡമായിരുന്നു. അങ്ങനെ അവളുടെ അനുവാദത്തോടെ തന്നെ അവൾ അവിടെ നിന്ന് സ്വതന്ത്രമായി പോവുകയാണ്. അതുകൊണ്ട് ഇക്കാര്യം തൻ്റെ വീട്ടിൽ അറിയിക്കരുത് എന്ന് ആ പെൺകുട്ടി ഷാവോയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിക്കില്ലേ? അവരിങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഷാവോ ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും എൻ്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ല. ആൺമക്കളെ മാത്രമാണ് അവർ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ അവരാരും അന്വേഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഷാവോ എതിർത്തൊന്നും പറയുന്നില്ല. അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ഇവർ തിരികെ പോകുന്നുണ്ട്. അവിടെ നിന്ന് അവർ നേരെ പോയത് ജിന്നിൻ്റെ ഫാമിലിയിലേക്കാണ്. ജിന്നിനെ അച്ഛനും അമ്മയും കൂടി അവിടെ വിട്ട് പോകാനായി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലായിടത്തും ഡീമൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും അവനെ കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഹോങ്ങയും ഷാവോയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ ജിന്നിൻ്റെ ഫാമിലി മൊത്തത്തിൽ ഡീമൻസ് ആണ് എന്ന് ഹോങ്ങയ്ക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായിരുന്നു. ഇപ്പോൾ ജിന്നിനോട് അവൻ അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അവനത് അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഡീമൻ അല്ല എന്ന് പറഞ്ഞ് ജിൻ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഹോങ്ങയെ എന്തോ ഒരു മന്ത്രശക്തി പ്രയോഗിച്ചപ്പോൾ ജിന്നിൻ്റെ പുറകിൽ ഒരു വാൽ പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ടവിടെ ജിൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. അവൻ്റെ രൂപം മാറി അവനൊരു അണ്ണാൻ കുഞ്ഞായി മാറുകയും ചെയ്യുന്നു. ഷാവോ ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ജിന്നിൻ്റെ അമ്മ അവനെ കയ്യിലേക്ക് എടുത്തിട്ട് ഹോങ്ങയും ഷാവോയും ഡീമൻ ഹണ്ടേഴ്സാണ് എന്ന് തെറ്റിദ്ധരിച്ച് തങ്ങളെ ഉപദ്രവിക്കരുത്, ഇതുവരെ മനുഷ്യരെ തങ്ങളായിട്ട് ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് ഉപദ്രവിക്കരുത് എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. താൻ ഡീമൻ കിങ് ഹോങ്ങയാണ് എന്നുള്ള കാര്യം ഹോങ്ങയെ വെളിപ്പെടുത്തുന്നു. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. ഡീമൻസായ അവർ കാട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യാതെ മനുഷ്യരുടെ ഇടയിൽ വന്ന് താമസിക്കുന്നത് എന്താണ് എന്ന് ഹോങ്ങയെ അന്വേഷിക്കുന്നു. ഇവർ മറ്റു ഡീമൻസിനെ പോലെ തന്നെ കാട്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ഭക്ഷണം തേടി പുറത്തെവിടെ പോയിട്ട് തിരികെ വന്ന സമയത്ത് അവരുടെ വീടൊക്കെ മനുഷ്യർ നശിപ്പിച്ചിരിക്കുന്ന അവർ കാണുന്നു. വീട് നശിപ്പിക്കാൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന അവരുടെ കുട്ടിയെയും കാണാനുണ്ടായിരുന്നില്ല. കാണാതായ മകനെ അന്വേഷിച്ച് അവർ മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരികയായിരുന്നു. ഒരുപാട് കാലത്തെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് തങ്ങളുടെ മകൻ അവിടെയുള്ളൊരു വെൽത്തി ഫാമിലിയിൽ പെറ്റായിട്ട് വളരുന്നുണ്ട് എന്ന് അവർ അറിയുന്നത്. പക്ഷേ ആ കുടുംബത്തിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ക്ഷമയോടെ ആ വീടിനടുത്തായി താമസിച്ച് വരികയായിരുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബം ഈ സ്ഥലം വിട്ടു പോയി. ആ സമയത്താണ് ഇവർക്ക് തങ്ങളുടെ മകനെ കാണാനുള്ള സാഹചര്യം ഒത്തുകിട്ടിയത്. അങ്ങനെ സ്ഥലം മാറിപ്പോയ സമയത്ത് അവനെ അവർ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. അങ്ങനെ മകനെ ഇവർക്ക് തിരികെ കിട്ടുന്നുണ്ട്. പക്ഷേ തിരികെ കിട്ടിയ സമയത്ത് മകന് ഇവരെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വിചാരം താൻ ആ വെൽത്തി ഫാമിലിയിലെ അംഗമാണ് എന്നായിരുന്നു. ഇവരെ അവൻ തിരിച്ചറിയുന്നതേ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാനായിട്ട് ഇവർ ഒരുപാട് മാർഗങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവൻ ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഇവൻ്റെ ശരിക്കുള്ള അച്ഛനമ്മമാരെ ഇവർ തിന്നുവെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. ഇവരെ ഡീമൻസ് ആയിട്ടാണ് അവൻ കാണുന്നത്. പക്ഷെ താൻ സ്വയം ഒരു ഡീമനാണെന്ന് അവൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മകനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഈ നാട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നു. ഇവിടെ നിൽക്കണമെങ്കിൽ പണം ആവശ്യമാണല്ലോ. അത് കണ്ടെത്താൻ അവർ നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്താണ് മറ്റൊരു നല്ല കുടുംബത്തിൽ നിന്ന് ജിന്നിനൊരു വിവാഹാലോചന വന്നത്. ഇവർ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ആ പെൺകുട്ടിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഇവർ അറിയുന്നത്. ആ കപ്പിളിനെ തമ്മിൽ പിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിയെ അവളുടെ ലവറിനൊപ്പം വിടാൻ ഇവർ തയ്യാറാവുകയായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചോര പുരണ്ട ഒരു ഡ്രസ്സ് അവരെ കാണിച്ചിട്ട് ആ പെൺകുട്ടി മലമുകളിൽ എന്തോ ശേഖരിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു ഡീമൻ അവളെ കൊന്നുവെന്ന് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി നല്ലവളായതുകൊണ്ട് അവൾക്ക് വിവാഹ സമ്മാനമായി കിട്ടിയതെല്ലാം ഇവർക്ക് നൽകിയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഇവർ കുറേ കാലം കഴിഞ്ഞതും. ഇതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഷാവോയ്ക്ക് അവർ ഈ പറഞ്ഞത് മാത്രം ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി വേറെയും പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നിർബന്ധിച്ച് ആരെക്കൊണ്ടും അങ്ങനെ ചെയ്യിച്ചതല്ല. ഇപ്പോൾ വന്ന പെൺകുട്ടിക്കും അവളുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവളൊരു കോൺക്യൂബിൻ്റെ മകളായിരുന്നു. അവിടുത്തെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ വയ്യാനായിട്ട് അവൾ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് എന്നൊക്കെ അവർ പറയുന്നു. അവർ ചെയ്യുന്ന രീതികൾ തെറ്റാണ് എന്ന് പറഞ്ഞ ഷാവോ പിന്നെയും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇനി അവർ ഭാവിയിലും ഇത് തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. തിരികെ മലമുകളിലേക്ക് പോയി കൾട്ടിവേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ മകൻ്റെ ഈ അവസ്ഥ കാരണമാണ് അതിന് പോകാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം എന്താവുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് നല്ല വിഷമമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരുടെ വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഷാവോയ്ക്കും അവരോട് സഹതാപം തോന്നുന്നു. അതുകൊണ്ട് അവരെ സഹായിക്കാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. ജിന്നിൻ്റെ മാനസിക പ്രശ്നം സോൾവ് ചെയ്താലല്ലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അവനെ കണ്ടെത്തിയ കുടുംബം എവിടെയാണ് അവിടെ തങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ അവൾ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ ആ വീട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആരും താമസമില്ല, അടച്ചുപൂട്ടി കിടക്കുകയാണ്. ഹോങ്ങി തൻ്റെ ശക്തി കൊണ്ട് ആ വീടിൻ്റെ വാതിൽ തുറക്കുന്നു. എന്നിട്ട് ജിന്നിനെ അവിടേക്ക് ഇറക്കി വിടുന്നുണ്ട്. ഈ സമയത്ത് അവൻ ജിന്നിനെ തിരികെ മനുഷ്യരൂപത്തിലാക്കുകയും ചെയ്യുന്നു. മനുഷ്യരൂപത്തിലായതും ജിൻ തായി എന്ന പേര് വിളിച്ചുകൊണ്ട് ആ വീടിനുള്ളിലൊക്കെ കയറി ആരെയോ തിരയുന്നുണ്ട്. പക്ഷേ അവിടെ അവന് ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല.
പക്ഷെ കുറെ തിരഞ്ഞാണെന്ന് അവൻ അവിടെ ഒരു പഴയ കൂട് കണ്ടെത്തുന്നു. ആ വീട്ടിലായിരുന്ന സമയത്ത് അവൻ താമസിച്ചിരുന്നത്. തായ് എന്ന പേരുള്ള ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവനാണ് ഈ ജിന്നിനെ പെറ്റായി വളർത്തിയിരുന്നത്. അവന് ജിന്നിനോട് നല്ല സ്നേഹവും ഉണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും അത് ജിന്നുമായി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ആ വീട്ടിൽ വേറെ ആർക്കും അവൻ ഈ ജിന്നിനോട് ഇത്ര അടുപ്പം കാണിക്കുന്ന അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അവൻ്റെ അച്ഛൻ അതിൻ്റെ പേരിൽ അവനെ പലപ്പോഴും ശകാരിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ അടിയും ശല്യവും ഒന്നും സഹിക്കവയ്യാതെ അവൻ ആ വീട് വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. ജിന്നിനെയും ഒപ്പം കൂട്ടാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിനായി മതിലിന് മുകളിൽ കയറിയിരുന്ന് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്നൊക്കെ ജിന്നിനോട് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവൻ മതിലിൻ്റെ മുകളിൽ നിന്ന് മറിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. ഈ ഓർമ്മകളൊക്കെ ഇപ്പോൾ ജിന്നിൻ്റെ മനസ്സിലേക്ക് വന്ന് അവൻ കണ്ണൊക്കെ നിറഞ്ഞ് ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തായ് അവനോടൊപ്പം എവിടേക്കോ യാത്ര ചെയ്യാമെന്നൊക്കെ അന്ന് വാക്ക് കൊടുത്തിരുന്നതാണ്. പക്ഷെ അവനൊന്ന് പോകാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ തായ് എവിടെയാണെന്നും അവൻ അറിയില്ല. അതിൻ്റെ വിഷമം അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും ഹോങ്ങയും ഷാവോയും ഒക്കെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ തായൊക്കെ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്കും ഒരു ഐഡിയയുമില്ല. ഷാവോ തന്നെ അതിനും ഒരു വഴി കണ്ടെത്തുന്നു. ആ വീടിന് എതിർവശത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ ചെന്നിട്ട് അവൾ ചില സൂത്രത്തിലൂടെ അവിടെ താമസിച്ചിരുന്നവർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചറിയുന്നു. അപ്പോൾ തന്നെ ജിന്നിനെയും കൂട്ടി അവർ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഇവർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു വിവാഹം നടക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെ കാര്യസ്ഥനെ കണ്ടപ്പോൾ ജിന്നിന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അവൻ ഓടിച്ചെന്ന് അയാളുടെ പേരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവനെ ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ രൂപത്തിൽ മാത്രമാണല്ലോ അയാൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അയാൾക്ക് അവനെ മനസ്സിലാവുന്നില്ല. പേര് പറഞ്ഞിട്ട് പോലും അയാൾക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തായിയെ കാണണമെന്ന് ഇവൻ ആവശ്യപ്പെട്ടപ്പോൾ എന്തായാലും അയാൾ ചെന്ന് തായിയോട് വിവരം പറയുന്നു. തായിയുടെ വിവാഹമാണ് അന്ന് നടക്കാൻ പോകുന്നത്. തായ് പുറത്തേക്ക് വന്ന് ജിന്നിനെ കാണുന്നുണ്ടെങ്കിലും അവനും ജിന്നിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ജിന്നാണെങ്കിൽ അവനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ നിറകണ്ണുകളോട് പറയുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ തായ്ക്ക് എത്ര ആലോചിച്ചിട്ടും അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ജിൻ കുട്ടിക്കാലത്തെ ചില സംഭവങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് തായ് ഒഴിഞ്ഞു മാറുന്നു. മാത്രമല്ല അപ്പോഴേക്കും അവൻ്റെ ബ്രൈഡ് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. അവൻ ബ്രൈഡിനെ സ്വീകരിക്കാനായി പോകാൻ തിരക്ക് കൂട്ടുന്നുണ്ട്. ജിന്നിനോട് ഇന്ന് വിവാഹമായതുകൊണ്ട് അവിടെ നിന്ന് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് തായ് പോകുന്നത്. പക്ഷേ ജിൻ വിഷമത്തോടെ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും ഷാവോയ്ക്കും ഹോങ്ങയ്ക്കും ഒപ്പം ഒരു ബോട്ടുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. മനുഷ്യർ എന്തായാലും പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ജിൻ വിഷമിച്ചുകൊണ്ട് തന്നെ തിരികെ വരുമെന്ന് ഹോങ്ങയെ ഷാവോമയെ ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം. പക്ഷേ മനുഷ്യർ അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, ആത്മാർത്ഥമായ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷാവോ തിരിച്ച് തർക്കിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ജിൻ വിഷമിച്ച് അങ്ങോട്ടേക്ക് എത്തിയത്. അതോടെ താൻ ജയിച്ചു എന്ന് ഹോങ്ങയെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ബ്രൈഡിനൊപ്പം അകത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്ന തായ്ക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു തത്തയുടെ കൂട് കണ്ടപ്പോൾ പെട്ടെന്ന് ജിന്നിനെ ഓർമ്മ വരുന്നു. കുട്ടിക്കാലത്ത് അവൻ്റെ ഒപ്പം സമയം ചെലവഴിച്ചതും അവനെയും കൊണ്ട് പുറത്ത് ചുറ്റിക്കറങ്ങാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞതുമൊക്കെ തായ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ആ അണ്ണാൻ കുഞ്ഞാണ് ഇപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെ മുന്നിലേക്ക് വന്നത് എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവനെ അന്വേഷിച്ച് തായ് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ജിൻ ഇത്രയും കാലത്തെ തൻ്റെ ആ ബുദ്ധിമോശമൊക്കെ മറന്ന് അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിച്ച് ഇനി അവരുടെ നല്ല മകനായിട്ട് ജീവിക്കാം എന്നൊക്കെ സമ്മതിച്ച് മനസ്സമാധാനത്തോടെ അവർക്കൊപ്പം പോകാൻ തുടങ്ങുമ്പോഴാണ് തായ് അവൻ്റെ പേരുറക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്നത്. ഇവരുടെ ബോട്ട് കുറച്ച് ദൂരം പോയെങ്കിലും തായ് പറയുന്നത് ഇവന് കേൾക്കാമായിരുന്നു. തനിക്കിപ്പോൾ അവനെ ഓർമ്മ വന്നു, താൻ അവനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ തായും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ജിന്നിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ജിൻ സന്തോഷത്തോടെ തന്നെ അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. താൻ പറഞ്ഞത് ശരിയായല്ലോ, അതുകൊണ്ട് താനാണ് ഈ റൗണ്ടിൽ ജയിച്ചത് എന്ന് ഷാവോ ഈ സമയം വാദിക്കുന്നുണ്ട്. ഹോങ്ങി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടോളാനും അവൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്കൊന്നും വരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ അതിനെപ്പറ്റി പറയാമെന്നാണ് ഷാവോ പറഞ്ഞത്. ജിന്നിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയായ സ്ഥിതിക്ക് ഇനി അവരെ ഡീമൻ വാലിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഹോങ്ങി അവരോട് പറയുന്നു. അവർ ഇതുവരെ ഡീമൻ വാലിയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് മാത്രം കേട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നതിൽ ഷാവോയ്ക്കും സന്തോഷമാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഡീമൻ വാലിയിൽ എത്തുന്നു.